ലോക ചരക്ക് നീക്കത്തിന് പുതിയ കവാടം തുറന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് വിഴിഞ്ഞത്ത് തുടക്കമായി. യുഡിഎഫ് സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. അതേസമയം മുഖ്യാതിഥിയായിരുന്ന കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും പിണറായി വിജയൻ അടക്കം പ്രതിപക്ഷ നേതാക്കളും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. തിരുവനന്തപുരം ആസ്ഥാനമായ നിലമേൽ എക്സ്പോർട്ടേഴ്സ് ആണ് റെഡി ടു ഈറ്റ് ആൻഡ് ഫ്രോസൺ ഭക്ഷണങ്ങൾ അടങ്ങിയ ഈ കപ്പലുകളിലെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെന്റിന് പുറമെ കരമാർഗമുള്ള കയറ്റുമതിയും ഇറക്കുമതിയുമാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആദ്യ യാത്ര സ്പെയിനിലെ വലൻസിയയിലേക്കും തുർക്കിയിലെ ഇസ്താംബുളിലേക്കും. കേരളത്തിലെ ഇഡലിയും സാമ്പാറും പഴംപൊരിയും ഇലയടയും കളിമണ്ണും ഉൾപ്പെടെയുള്ളവയാണ് ആദ്യഘട്ടത്തിൽ കയറ്റുമതി ചെയ്തത്. ആദ്യ യാത്ര 28-ാം തീയതി വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിക്കും. മറ്റു തുറമുഖങ്ങൾ വഴി 2 മാസം എടുത്തിരുന്ന യാത്ര വിഴിഞ്ഞത്തുനിന്ന് 28 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാകും എന്നതാണ് സവിശേഷത. സമയവും സാമ്പത്തിക ലാഭവുമാണ് വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്ക് നീക്കത്തിന്റെ പ്രധാന നേട്ടം. ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണെന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ചടങ്ങിൽ മുഖ്യാതിഥിയാകേണ്ട കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. പ്രധാനമന്ത്രി മന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചതിനാലാണ് പങ്കെടുക്കാത്തത് എന്നതാണ് വിശദീകരണം. നേമം MLA-യും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടം MLA വി മുരളീധരനും തിരുവനന്തപുരം മേയർ VV രാജേഷും പരിപാടിയിൽ എത്തിയില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ LDF-ന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതിനിധിയും ചടങ്ങിൽ പങ്കെടുത്തില്ല. ഇതോടെ ഉദ്ഘാടനവേദിയിലെ ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞുകിടന്നു. സദസ്സും ശുഷ്കമായിരുന്നു. വിശിഷ്ടാതിഥികളെ എല്ലാവരെയും സസ്നേഹം സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. 8 വ്യവസായ ക്ലസ്റ്ററുകൾ, 3 പുതിയ നഗരങ്ങൾ, സംസ്ഥാനത്തെ 600 കിലോമീറ്റർ നീളം വരുന്ന തീരപ്രദേശം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് മിഷൻ സമുദ്ര. തുറമുഖങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കാൻ സ്വകാര്യ നിക്ഷേപങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദാനി കമ്പനിയെ പ്രതിനിധീകരിച്ച് പോർട്ട് CEO അശ്വിനി ഗുപ്തയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ IAS ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.